സുഗമാദേവി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രമുഖ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളുടെ DYSP കുരുവിളയും അരുന്ധതിയും തമ്മിൽ വഴക്കാവുന്ന ഒരു എപ്പിസോഡാണ് ഇന്ന് വരാൻ പോകുന്നത്. എന്തായാലും അരുന്ധതിയാണ് ഈ ഋഷിയെ അന്വേഷിച്ച് ഈ കെവിൻ്റെ വീട്ടിലോട്ട് വരാണ്. ആ സമയത്ത് കെവിൻ പറയുന്നുണ്ട്, മേഡം ഋഷിയെ കാണാത്തതിൽ ഞങ്ങൾക്ക് ഒരു പങ്കുമില്ല. ആ സമയം അരുന്ധതി തർപ്പിച്ച് തന്നെ പറയുന്നുണ്ട്, ഋഷി എവിടെയാണെന്നുള്ളത് ഇസബല്ലയ്ക്ക് അറിയാം. ഋഷിയെ കടത്തിക്കൊണ്ട് പോയേക്കുന്നത് ഇസബല്ല. ഇത്രയും ദിവസം നന്ദനെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ ഋഷിയെ ആവശ്യമായിരുന്നു. ഇനിയിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല എന്ന് കണ്ടിട്ട് ഋഷിയെ കൊന്നുകളയാനും അവൾ മടിക്കില്ല. എൻ്റെ മോനെ എനിക്ക് കിട്ടണം, എൻ്റെ മോനെയും കൊണ്ട് ഞാൻ പോവുള്ളൂ എന്നും പറഞ്ഞ് ഈ അരുന്ധതി ആണെങ്കിൽ ഈ കെവിൻ്റെ വീട്ടിൽ തന്നെ നിൽക്കുന്നുണ്ട്. ആ സമയത്ത് കെവിനാണെങ്കിൽ എന്തൊക്കെ പറഞ്ഞിട്ടും അരുന്ധതി അതൊന്നും അംഗീകരിക്കണില്ല. വേറെ നിർവാഹമില്ലാതെ കെവിൻ ഇസബല്ലയ്ക്ക് ഫോൺ ചെയ്യുന്നുണ്ട്. ഇസബല്ല ഫോണെടുത്തതും എന്താണ് കെവിനെന്ന് ചോദിക്കുമ്പം ഒരു പ്രശ്നമുണ്ട് ബെല്ല, ഇവിടെ അരുന്ധതി മേഡം വന്ന് നിൽക്കുക, ഋഷിയെ കിട്ടിയിട്ടേ പോകുള്ളൂ എന്നാണ് പറയണേന്ന് പറയുമ്പം അവർക്കെന്താ തലയ്ക്കും വല്ല സുഖമില്ലേ, ഇവിടെ വന്ന് ഋഷിയെ വേണമെന്ന് പറഞ്ഞാൽ നമ്മളെവിടെ നിന്ന് എടുത്ത് കൊടുക്കാനാ, ഋഷി നമ്മുടെ കയ്യിലുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ കെവിൻ പറയുന്നുണ്ട്, നീ ഋഷിയെ തട്ടിക്കൊണ്ട് പോയിന്ന് തന്നെയാണ് മേഡം പറയണത്. എന്തായാലും നീ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് എത്താൻ നോക്ക്, വേണമെങ്കിൽ ആ കുരുവിള സാറിനെയും വിളിച്ചോന്ന്. അങ്ങനെ ഇസബല്ല പറയുന്നുണ്ട്, ഞാൻ പാപ്പനെയും കൂട്ടിക്കൊണ്ട് ഇപ്പം തന്നെ അങ്ങോട്ട് വരാം, നീ എന്തായാലും സമാധാനത്തിലിരിക്കുന്നു. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ദേവികയും സിദ്ധാർത്ഥനും കൂടി മിനിസ്റ്ററെ കാണാനായിട്ട് പോകാനിറങ്ങുന്ന സമയത്ത് പ്രഭാവതി വന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങളിപ്പോൾ പോയ കാര്യം വിജയിച്ചില്ലെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും പത്രസമ്മേളനം നടത്തുമെന്ന്. ആ സമയത്ത് സിദ്ധാർത്ഥൻ പറയുന്നുണ്ട്, ഞങ്ങൾ എന്തായാലും പോയിട്ട് വരട്ടെ പ്രഭ, അതുവരെ താനൊന്ന് സമാധാനപ്പെട്, മിനിസ്റ്ററെയും കണ്ടിട്ട് CM-നെയും കണ്ടിട്ടേ ഞങ്ങൾ വരുള്ളൂ, അതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. എന്തായാലും ഞാനും ദേവികയും പോയി കണ്ടിട്ട് വരാമെന്നും പറഞ്ഞുകൊണ്ട് അവർ കാറ് കയറി പോകുന്നുണ്ട്. അവർ പോയി കഴിഞ്ഞതും പ്രഭാവതി ആണെങ്കിൽ ഇങ്ങനെ ആകെ സങ്കടത്തോടു കൂടിയിരിക്കുകയാണ്. അപ്പോഴാണ് പ്രഭാവതിയുടെ ഫോണിലേക്ക് ചന്ദ്രമതി വിളിക്കുന്നത്. ഫോൺ എടുത്തതും പ്രഭാവതി, എന്താ ചന്ദ്രമതി, നീ എന്താ വിളിച്ചതെന്ന് ചോദിക്കുമ്പം, അല്ല പ്രഭേ, നന്ദനെക്കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ എന്ന് ചോദിക്കുന്നു. ആ സമയത്ത് പ്രഭാവതി പറയുന്നുണ്ട്, ഇല്ല ചന്ദ്രമതി, ഒരു വിവരവും കിട്ടിയില്ല, നിനക്ക് ഇവിടം വരെ ഒന്ന് വരാമോ എന്ന് ചോദിക്കുമ്പം, എന്ത് പറ്റി പ്രഭേ, അവിടെ വേറെ ആരും ഇല്ലേന്ന് ചോദിക്കുമ്പോൾ ദേവികയും സിദ്ധുവും കൂടി മിനിസ്റ്ററെ കാണാനാണെന്നും പറഞ്ഞ് പോയിട്ടുണ്ട്, എനിക്കിവിടെ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ഒരു സമാധാനമില്ല, നീ ഒന്ന് വരുവാണെങ്കിൽ നമുക്ക് കുറച്ച് സമയം മനസ്സ് തുറന്നൊന്ന് സംസാരിക്കാമായിരുന്നു എന്ന് പറയുന്നതും ചന്ദ്രമതി പറയുന്നുണ്ട്, അതിനെന്താ പ്രഭേ, ഞാനിപ്പോൾ തന്നെ വരാൻ, നീ സമാധാനമായിട്ടിരിക്കുന്നു. അങ്ങനെ ചന്ദ്രമതി ഫോൺ വെച്ചതും പ്രഭാവതിയാണെങ്കിൽ വീണ്ടും എൻ്റെ മോനെ കാണുന്നില്ലല്ലോ, അവനിത് എവിടെയായിരിക്കുമോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് കാണിക്കുന്നത് നമ്മളുടെ നന്ദനയാണ്. നന്ദനയാണെങ്കിൽ ആ ഗുണ്ടകൾ വീണ്ടും കസേരയിൽ കെട്ടിയിടാൻ തുടങ്ങുകയാണ്. ആ സമയത്ത് നന്ദൻ ചോദിക്കുന്നുണ്ട്, നിങ്ങളെന്തിനാണ് എന്നെ വീണ്ടും കെട്ടിയിടുന്നത്, എന്നെ പ്രകാശൻ രക്ഷിക്കാൻ കൊടുക്കുന്നതാന്ന് പറഞ്ഞിട്ട് വീണ്ടും എന്നെ കെട്ടിയിടുവാണെന്ന് ചോദിക്കുമ്പം, അതല്ല പ്രകാശ് സാറിന് വലിയ വിശ്വാസമൊന്നുമില്ല, സാറ് ഞങ്ങളുടെ കണ്ണ് വെട്ടിച്ച് എവിടെയെങ്കിലും പോയെങ്കിലോ എന്ന് കരുതിയിട്ട് ഞങ്ങൾ തന്നെ സാറിനെ കെട്ടിയിടാൻ തീരുമാനിച്ചതാണ്. എന്തായാലും 2 ദിവസവും കൂടി സാറിന് ഇവിടെ കിടക്കേണ്ട വരുള്ളൂ, അത് കഴിഞ്ഞാൽ സാറിൻ്റെ വീട്ടിലേക്ക് സാറിനെ പ്രകാശ് സാറ് പറഞ്ഞു വിടുന്നു. അന്നേരം നന്ദൻ പറയുന്നുണ്ട്, ഞാൻ എങ്ങും പോകുമൊന്നുമില്ല, വെറുതെ നിങ്ങളെന്നെ കെട്ടിയിടുമൊന്നും വേണ്ടാന്ന് പറയുമ്പോൾ, സാറിനെ ഞങ്ങൾക്ക് അത്ര വിശ്വാസമില്ല സാറേ, എന്തായാലും സാറിനെ ഞങ്ങൾ കെട്ടിയിടാൻ പോകാമെന്ന് പറഞ്ഞ് നന്ദനെ കസേരയിൽ ഇരുത്തിയിട്ട് കൈയൊക്കെ പിടിച്ച് കെട്ടി വയ്ക്കുന്നുണ്ട്. ആ സമയത്ത് നന്ദൻ പറയുന്നുണ്ട്, നിങ്ങൾ എന്തിനാ എന്നെ ഇങ്ങനെ ഉപദ്രവിക്കണേ, ഞാൻ നിങ്ങൾക്കൊരു ദ്രോഹവും ചെയ്തിട്ടില്ലല്ലോ എന്ന് പറയുമ്പം, ഞങ്ങൾക്കതൊന്നും അറിയില്ല സാറേ, എന്തായാലും മുകളിൽ നിന്നുള്ള നിർദ്ദേശം ഞങ്ങൾ അനുസരിക്കണമെന്നുള്ളൂ, അല്ലാതെ പ്രത്യേകിച്ച് സാറിനോട് ഞങ്ങൾക്ക് വിരോധമൊന്നുമില്ലാന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ദേവികയും സിദ്ധാർത്ഥനും കൂടി മിനിസ്റ്ററുടെ ഓഫീസിൽ വരാണ്. അവിടെ വന്നതും പുറത്ത് നിന്ന ആളോട് ചോദിക്കുന്നുണ്ട്, മിനിസ്റ്റർ ഇവിടെ ഉണ്ടോയെന്ന്. അന്നേരം അയാൾ പറയുന്നുണ്ട്, ഉവ്വ മിനിസ്റ്റർ നിങ്ങളെ കാത്ത് വെയിറ്റ് ചെയ്യുകയാണ്, എന്തായാലും കയറി വാന്നും പറഞ്ഞുകൊണ്ട് അയാൾ ഈ ദേവികനെയും സിദ്ധാർത്ഥനെയും മിനിസ്റ്ററിൻ്റെ അടുത്തേക്ക് വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അങ്ങനെ അകത്തേക്ക് കയറി ചെന്നാൽ ഇവരെ കണ്ടതും മിനിസ്റ്റർ ആണെങ്കിൽ, നിങ്ങൾ വന്നോ, ഞാൻ കുറേ സമയമായി നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണു, എന്താ കാര്യം, നന്ദനെക്കുറിച്ച് ഒരു വിവരവും ഇല്ലെന്ന് ചോദിക്കുമ്പം ദേവിക പറയുന്നുണ്ട്, ഇല്ല സാറേ, അന്വേഷണം ഒരു വഴിയിലും എത്തിയിട്ടില്ല, എന്തായാലും എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് നന്ദുവിനെ കണ്ടെത്തണമെന്ന് പറയുമ്പം ഈ മന്ത്രി പറയുന്നുണ്ട്, നിങ്ങളുടെ വീട്ടിലെ കുടുംബ പ്രശ്നം തീർക്കാനാണല്ലോ ഇപ്പോൾ പാർട്ടിക്ക് നേരമുള്ളൂ, ആദ്യം മുതലേ പ്രശ്നങ്ങളായിരുന്നു, ദേവിക ഇലക്ഷനിൽ മത്സരിക്കുമെന്നും പറഞ്ഞ് കുറേ ദിവസം പ്രഭാവതി പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് നടന്നു, അതുമാത്രമല്ല ഇടയ്ക്ക് പ്രഭാവതിയെ കാണാതായി, പിന്നെ പ്രഭാവതിയെ കിട്ടിയത് പോലീസ് സ്റ്റേഷനിൽ നിന്നാണ്, അതുപോലെ തന്നെ എന്തൊക്കെയോ പ്രശ്നങ്ങളാണ് നിങ്ങളുടെ കുടുംബത്തിൽ നടന്നുകൊണ്ടിരിക്കണേ, ഇതിപ്പോൾ പാർട്ടിക്കാർ മൊത്തം ചർച്ച ചെയ്ത് തുടങ്ങിയല്ലോ എന്ന് പറയുമ്പം സിദ്ധാർത്ഥൻ പറയുന്നുണ്ട്, അതൊക്കെ അവിടെ നിൽക്കട്ടെ, ഇപ്പോൾ ബാലകൃഷ്ണന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, നന്ദനെ കാണാതായിട്ട് ദിവസങ്ങളായി, ഇതുവരെ നന്ദനെക്കുറിച്ച് ഒരു വിവരവും ഇല്ല, എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് നന്ദനെ കണ്ടെത്തണം എന്ന് പറയുമ്പം ഈ മന്ത്രി ചോദിക്കുന്നുണ്ട്, ഇനിയിപ്പം നന്ദൻ ആ ഇസബല്ല എന്ന് പറയുന്ന പെണ്ണിൻ്റെ ഒപ്പം എല്ലായിടത്തും ഒളിച്ചോടി പോയതായിരിക്കുമോ എന്ന് ചോദിക്കുമ്പം ഈ ദേവിക പറയുന്നുണ്ട്, സാർ എന്താ സാറേ ഇങ്ങനെയൊക്കെ സംസാരിക്കണേ, അങ്ങനെയാണെങ്കിൽ ഞങ്ങളിവിടെ അന്വേഷിക്കാനായിട്ട് വരുമോ, എന്തായാലും പോലീസ് അന്വേഷണം ഊർജിതമാക്കണം, എത്രയും പെട്ടെന്ന് നന്ദുവിനെ കണ്ടെത്തണം എന്ന് പറയുമ്പം ഈ മന്ത്രി പറയുന്നുണ്ട്, നിങ്ങളേതായാലും CM-നെ കാണാൻ പോകാൻ വേണ്ടി വന്നതല്ലേ, നമുക്ക് തൽക്കാലം CM-നെ കണ്ട് സംസാരിക്കാം, നിങ്ങൾ വാന്നും പറഞ്ഞുകൊണ്ട് ഈ മന്ത്രി ദേവികേനെയും സിദ്ധാർത്ഥനെയും വിളിച്ചുകൊണ്ട് CM-നെ കാണാനായിട്ട് പോകുന്നുണ്ട്.
പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ രജനീനെയും ഗിരീനെയാണ്. രജനിയാണെങ്കിൽ ഗിരിയോട് ചോദിക്കുന്നുണ്ട്, ഗിരി നന്ദനെക്കുറിച്ച് എന്തെങ്കിലും വിവരമുണ്ടോ ഗിരി എന്ന് ചോദിക്കുമ്പം ഒരു വിവരമില്ല രജനി. ദേവിക, സിദ്ധാർത്ഥൻ സാറും ഹരിസാറൊക്കെ നന്ദന് വേണ്ടി ഭയങ്കര അന്വേഷണത്തിലാന്ന് പറയുമ്പോൾ ഈ രജനി പറയുന്നുണ്ട്, ദേവികയുടെ കാര്യം നിങ്ങൾ പറയണ്ട, പിന്നെ അച്ഛൻ്റെ കാര്യത്തിലും എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. ഹരിയങ്കിളാണെങ്കിൽ ആദ്യമൊക്കെ ഉത്സാഹിച്ച് നിന്നെങ്കിലും ഇപ്പോൾ പുറകോട്ടാണെന്ന് എനിക്ക് തോന്നണേ. ഇപ്പോൾ ഹരിയങ്കിൾ വീട്ടിലേക്ക് ഒരു അമ്മയെ കാണുമൊന്നും ചെയ്യണില്ലല്ലോ എന്ന് പറയുമ്പം ഗിരി പറയുന്നുണ്ട്, എപ്പോഴും ഹരിയങ്കിളിന് പ്രഭാവതി മേടത്തെ ഒന്ന് കണ്ടാൽ മതിയോ, അന്വേഷണം അതിൻ്റേതായ രീതിക്ക് നടക്കുന്നുണ്ട്, നീ ഒന്ന് ടെൻഷൻ ആവാതിരിക്കും രജനി എന്ന് പറയുമ്പോൾ രജനി പറയുന്നുണ്ട്, ഗിരി എന്തൊക്കെയാണ് ഈ പറയണേ, അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ ടെൻഷൻ പോവോ, എൻ്റെ അനിയനെയല്ലേ കാണാതായിരിക്കണേ, അവനെ കണ്ടു കിട്ടണ വരെയും എനിക്ക് ടെൻഷൻ തന്നെയായിരിക്കും എന്ന് പറയുമ്പോൾ ഗിരിയുടെ അമ്മ അങ്ങോട്ട് വരുന്നുണ്ട്. ഗിരിയുടെ അമ്മ വന്നിട്ട് ഗിരിയോട് ചോദിക്കുന്നുണ്ട്, എന്താണ് ഗിരി, നന്ദനെക്കുറിച്ച് ഇതുവരെയും ഒരു സൂചന പോലും കിട്ടിയില്ലേന്ന് ചോദിക്കുമ്പം ഇല്ലമ്മേ, ഒരു സൂചനയും കിട്ടിയില്ല, നന്ദനെ ആരാ കടത്തിക്കൊണ്ട് പോയേക്കണേന്ന് നമുക്ക് ഇതുവരെ കണ്ടെത്താൻ പറ്റിയിട്ടില്ല എന്ന് പറയുമ്പോൾ രജനി പറയുന്നുണ്ട്, അതെങ്ങനെയാണ്, ദേവിക MLA ആണെന്നല്ലേ ഉള്ളൂ, അവൾക്ക് നന്ദൻ്റെ കാര്യത്തിൽ വലിയ ഉത്തരവാദിത്വമൊന്നുമില്ല, അല്ലെങ്കിൽ തന്നെ അവൾ നന്ദനെ ഉപേക്ഷിച്ച് പോകാൻ നിൽക്കുമല്ലായിരുന്നോ, അതിൻ്റെ ഇടയ്ക്കല്ലേ ഈ സംഭവങ്ങളൊക്കെ ഉണ്ടായത്, ഇതിപ്പോൾ നാട്ടുകാരെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് അവൾ വീട്ടിൽ വരുമോ, നന്ദനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണമെന്നേ ഉള്ളൂ, അല്ലാതെ അവൾക്ക് ഉള്ളുകൊണ്ട് നന്ദനോട് വലിയ താല്പര്യമൊന്നുമില്ല. എന്തായാലും നന്ദൻ കൊലക്കേസിൽ പെട്ട് ജയിലിൽ പോകണമെന്ന് തന്നെയായിരിക്കും അവളുടെ ആഗ്രഹം എന്ന് പറയുമ്പോൾ ഗിരി പറയുന്നുണ്ട്, നീ ഇങ്ങനെ വാങ്ങി തോന്നിയതൊക്കെ വിളിച്ച് പറയല്ലേ രജനി, ദേവികയുടെ മനസ്സെന്താണെന്നുള്ളത് എനിക്കറിയാം, അത് സിദ്ധാർത്ഥ സാറിനും അറിയാം, മേഡവും നീയും എപ്പോഴും ഇങ്ങനെ ദേവികയെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കേണ്ടതാണ്. ആ സമയത്ത് രജനി പറയുന്നുണ്ട്, അപ്പം ഞങ്ങൾ ദേവികയെ കുറ്റപ്പെടുത്തണതല്ലേ ഗിരിക്ക് പ്രശ്നം എന്ന് വയ്ക്കുമ്പം ഇനി അതേ പിടിച്ച് തുടങ്ങണ്ട, എന്തായാലും ഞാൻ ആ കേസ് വിട്ടു, നീ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സംസാരിക്കുന്നു പറഞ്ഞ് ഗിരി അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നുണ്ട്. പിന്നീട് നമ്മളുടെ ഭാർഗവി ആണെങ്കിൽ ഗൗരിയോട് പറയുന്നുണ്ട്, എന്നാലും നന്ദമോനെ ആരായിരിക്കുമോ കടത്തിക്കൊണ്ട് പോയ, നന്ദമോനെ കൊണ്ടുപോയവരെക്കുറിച്ച് ഒരു വിവരമില്ലല്ലോ എന്ന് പറയുമ്പം ഗൗരി പറയുന്നുണ്ട്, ആ എസ്തപ്പാൻ ചേട്ടൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുപോയി എന്ന് പറയുമ്പം അത്രയും പ്രശ്നക്കാരായിട്ടുള്ള ആളുകളായിരിക്കും കൊണ്ടുപോയത്, അല്ലെങ്കിൽ എസ്തപ്പാൻ ചേട്ടൻ്റെ വീട്ടിൽ നിന്ന് ഒരിക്കലും ആർക്കും നന്ദനെ കടത്തിക്കൊണ്ടു പോകാൻ പറ്റില്ല എന്ന്. സമയത്ത് ഭാർഗവിയും പറയുന്നുണ്ട്, അത് നീ പറഞ്ഞത് നേരാ, എസ്തപ്പാൻ വലിയൊരു ഗുണ്ടയായിരുന്നു, ഇപ്പോൾ ഗുണ്ടാപ്പണിയൊന്നും ഇല്ലാന്നേ ഉള്ളൂ, എന്നാലും എസ്തപ്പാൻ്റെ വീട്ടിൽ നിന്ന് നന്ദനെ കടത്തിക്കൊണ്ടു പോയി എന്ന് പറയുമ്പം കൊണ്ടുപോയവർ ചില്ലറക്കാരൊന്നും ആയിരിക്കില്ല, ഇനിയിപ്പോൾ നന്ദനോട് വേറെ ഏതെങ്കിലും രീതിയിൽ ശത്രുതയുള്ള ശത്രുക്കൾ ആരെങ്കിലും ആയിരിക്കുമെന്ന് ചോദിക്കുമ്പം ഗൗരി പറയുന്നുണ്ട്, അതിന് നന്ദന അങ്ങനെ പ്രത്യേകിച്ച് ശത്രുക്കൾ ആരെങ്കിലും ഉണ്ടോ അമ്മയെന്ന്. ഇനിയിപ്പോൾ ആ ഇസബല്ല തന്നെ ആയിരിക്കുമോ നന്ദനെ കടത്തിക്കൊണ്ടു പോയേക്കണേന്ന് ചോദിക്കുമ്പം ഗൗരി പറയുന്നുണ്ട്, ആദ്യമൊക്കെ മുരളിയേട്ടനും ദേവികയ്ക്കൊക്കെ ആ ഇസബല്ലയെ സംശയം ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ ദേവിക പറയണത് ഇസബല്ലയ്ക്ക് അതിൽ പങ്കൊന്നുമില്ല, നാലാമത് ആരോ ഒരാളാണ് ഈ നന്ദനെ കടത്തിക്കൊണ്ട് പോയേക്കണേന്ന്. എന്തായാലും എത്രയും പെട്ടെന്ന് നന്ദമോനെ കണ്ടെത്തിയാൽ മതിയായിരുന്നു, അല്ലെങ്കിൽ പ്രഭകുഞ്ഞിൻ്റെ അവസ്ഥ എന്താവും, അല്ലെങ്കിൽ തന്നെ പ്രഭകുഞ്ഞ് ഇപ്പോൾ എത്ര സങ്കടത്തിലാണ് ജീവിക്കണേന്നൊക്കെ പറയുമ്പോൾ ഗൗരി പറയുന്നുണ്ട്, പ്രഭയാൻ്റി മാത്രമല്ലല്ലോ, ദേവികയ്ക്കും വലിയ ടെൻഷൻ, ദേവിക ഇങ്ങനെ നടക്കണമെന്നേ ഉള്ളൂ, അവളുടെ ഉള്ളിൽ കരയണത് നമുക്ക് കാണാൻ പറ്റുമെന്ന് പറയുമ്പോൾ ഈ ഭാർഗവി പറയുന്നുണ്ട്, അത് നീ പറയണത് പോലെയൊന്നും അല്ല, ദേവികയ്ക്ക് അങ്ങനെ വലിയ ടെൻഷനൊന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല, അങ്ങനെയാണെങ്കിൽ അവൾ കിടന്നോടത്തുനിന്ന് എണിക്കൂലല്ലോ, ഇതിപ്പോൾ എപ്പോഴും പാർട്ടി പ്രവർത്തനമായിട്ട് നടക്കുമല്ലേ, നന്ദനെ കാണാതെ ആയതൊന്നും അവൾക്ക് വിഷയമല്ലാന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ഇസബല്ലയും കുരുവിളയും കൂടി അരുന്ധതിയെ കാണാനായിട്ട് വരാണ്. ആ സമയത്ത് അരുന്ധതി ആണെങ്കിൽ ഈ ഋഷിയെ കിട്ടിയിട്ടേ ഇവിടുന്ന് പോവുള്ളൂ എന്നും പറഞ്ഞ് ഉറച്ച് തന്നെ നിൽക്കുകയാണ്. അന്നേരം ഇസബല്ല വന്നിട്ട് പറയുന്നുണ്ട്, മേഡം എന്താ ഈ പറയണത്, ഋഷിയെ ഞങ്ങൾ എന്തിനാ തട്ടിക്കൊണ്ടു പോകണമെന്ന് ചോദിക്കുമ്പോൾ നിങ്ങളല്ലാതെ വേറെ ആരും ഋഷിയെ തട്ടിക്കൊണ്ടു പോകില്ല എന്ന് പറയുന്നു. ആ സമയത്ത് ഈ കുരുവിള ദേഷ്യത്തോടുകൂടി അരുന്ധതിയോട് പറയുന്നുണ്ട്, നിങ്ങൾ തന്നെയാണ് ഋഷിയെ മാറ്റിയേക്കണേന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പം അത് പറഞ്ഞോ, അതിന് തെളിവ് ഞാൻ തരാം, എന്തായാലും ഈ ഋഷിയെ തട്ടിക്കൊണ്ട് പോയത് ആരാണെങ്കിലും അവരെ ഞാൻ വെറുതെ വിടാൻ പോകണില്ല, എൻ്റെ മോൻ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അപ്പം നിങ്ങൾ വിവരം അറിയും, എല്ലാ കള്ളക്കളികളും ഞാൻ എല്ലാവരോടും പറയുന്നു. ആ സമയത്ത് കുരുവിള പറയുന്നുണ്ട്, മേഡം ഞങ്ങളെ അങ്ങനെ ഭീഷണിപ്പെടുത്തുമൊന്നും വേണ്ട, സത്യങ്ങളെല്ലാം എല്ലാവരോടും തുറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം തന്നെ കുടുങ്ങാൻ പോണത് മേഡവും മേഡത്തിൻ്റെ മൗനും ആയിരിക്കുമെന്ന്. അത് കേട്ടതും അരുന്ധതി ഒന്നും അങ്ങോട്ട് പേടിക്കുന്നുണ്ടെങ്കിലും വീണ്ടും പറയുന്നുണ്ട്, ഞാൻ കുടുങ്ങിയാലും കുഴപ്പമില്ല, എൻ്റെ മോനെ എനിക്ക് കിട്ടണം, അതിനുവേണ്ടി ഏതറ്റം വരെ പോകാനും ഞാൻ തയ്യാറാവും, വേണ്ടി വന്നാൽ ഞാൻ ദേവികയെ ചെന്ന് കണ്ട് സത്യങ്ങളെല്ലാം തുറന്ന് പറയും, നിങ്ങൾ നന്ദനെ തട്ടിക്കൊണ്ടു പോകാൻ പ്ലാൻ ചെയ്ത കാര്യം വരെ ഞാൻ പറയും, അപ്പോൾ പിന്നെ കേസ് നിങ്ങൾക്കെതിരായിട്ട് വരുമെന്ന്. ആ സമയത്ത് വേഗം തന്നെ കെവിൻ കയറി ഇടപെടുന്നുണ്ട്. കെവിൻ പറയുന്നുണ്ട്, ഇല്ല ആൻറ്റി, ഞങ്ങൾക്ക് നന്ദനെക്കുറിച്ചോ ഋഷിയെക്കുറിച്ചോ ഒരു വിവരം അറിയില്ല, ഞങ്ങളത് അന്വേഷിച്ചുകൊണ്ടിരിക്കുക, പക്ഷേ ഇതുവരെയും ഒരു തുമ്പും കിട്ടിയിട്ടില്ല, ഞങ്ങൾ പല രീതിയിലും അന്വേഷിക്കുന്നുണ്ട് നന്ദനെയോ ഋഷിയോ കണ്ടുപിടിക്കാൻ എന്ന് പറയുമ്പോൾ അരുന്ധതി പറയുന്നുണ്ട്, ഇനിയിപ്പോൾ നിങ്ങൾ നന്ദനെ കൊന്നു കളഞ്ഞാണോ എന്ന് ചോദിക്കുമ്പോൾ എന്തൊക്കെയാണ് ആൻറ്റി ഈ പറയണേ, നന്ദനെ ഞങ്ങൾ അങ്ങനെ കൊല്ലുമൊന്നുമില്ല, ഞങ്ങളുടെ ആത്മാർത്ഥ സുഹൃത്തല്ലേ നന്ദൻ എന്ന് ചോദിക്കുമ്പം അതുകൊണ്ടാണല്ലോ നന്ദനോട് നിങ്ങൾ ഈ ഒരു ചതി ചെയ്തത്, എന്തായാലും ആത്മാർത്ഥ സുഹൃത്തിനെ പറ്റിക്കുമല്ലേ നിങ്ങൾ ചെയ്തതെന്ന് ചോദിക്കുമ്പം ഇസബല്ല പറയുന്നുണ്ട്, നന്ദനെ ഞാൻ സ്വന്തമാക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്തത്,
എന്നിട്ട് നിനക്ക് നന്ദനെ സ്വന്തമാക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പം ഇസബെല്ല പറയുന്നുണ്ട് ഇല്ല, എന്തായാലും ഞാൻ ഉദ്ദേശിച്ചതുപോലെ ഒന്നും കാര്യങ്ങൾ വന്നില്ല. ഇനിയിപ്പോൾ നന്ദനെ കണ്ടെത്തണം, അവനെ എൻ്റെ കൂടെ തന്നെ നിർത്തണം, അതൊക്കെ എൻ്റെ ആഗ്രഹം. അല്ലാതെ ഋഷിയെ തട്ടിക്കൊണ്ടു പോകണമെന്ന് ഞാൻ മനസ്സിൽ പോലും വിചാരിച്ചിട്ടില്ല എന്ന്. അതേസമയം നമ്മളുടെ ഋഷീനെ കാണിക്കുന്നുണ്ട്. ഋഷിയെ ആരോ തട്ടിക്കൊണ്ടുപോയി എവിടെയോ താമസിപ്പിച്ചിരിക്കുകയാണ്. ഋഷിയാണെങ്കിൽ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ടെങ്കിലും ഇവിടുന്ന് എങ്ങനെ രക്ഷപ്പെട്ടു പോകുന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് ഋഷി നടക്കുന്നുണ്ട്. ആരാ തട്ടിക്കൊണ്ട് വന്നേക്കണേന്നൊന്നും കാണിക്കണില്ല. പിന്നീട് നമ്മളുടെ ദേവിക സിദ്ധാർത്ഥനും കൂടി സി എമ്മിനെയൊക്കെ കണ്ടിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് മുരളി ദേവികയോട് ചോദിക്കുന്നുണ്ട്, എന്തായി ദേവിക, സി എമ്മിനെ കണ്ടിട്ട് സി എം എന്താ പറഞ്ഞതെന്ന് ചോദിക്കുമ്പം എത്രയും പെട്ടെന്ന് നന്ദനെ കണ്ടെത്തുമെന്ന് തന്നെയാണ് സി എം പറഞ്ഞത്. അതിന് വേണ്ടിയിട്ട് ഏറ്റവും കഴിവുള്ള ഒരു ഓഫീസറെ തന്നെ നിയമിക്കാമെന്ന് മിനിസ്റ്റർ പറഞ്ഞിട്ടുണ്ട്. ആ സമയത്ത് മുരളി പറയുന്നുണ്ട്, ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യും ദേവിക, അന്വേഷണം ഒരു വഴിക്കും എത്തിയില്ലെങ്കിൽ നമുക്ക് നന്ദനെ കണ്ടുപിടിക്കണ്ടേന്ന് ചോദിക്കുമ്പം എനിക്കൊന്നും അറിയില്ല മുരളിയേട്ടാ, എന്തായാലും നമുക്കിപ്പോൾ നിയമത്തെയും പോലീസിനെയും മാത്രം ആശ്രയിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ നമ്മൾ എടുത്തു ചാടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നന്ദുവിന് പിന്നീട് ബുദ്ധിമുട്ടാവുമെന്ന്. അന്നേരം സിദ്ധാർത്ഥനും പറയുന്നുണ്ട്, അത് മോള് പറഞ്ഞത് നേരെ, പ്രഭ പറയണ പോലെ പത്രസമ്മേളനമൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിൽ അത് നന്ദൻ്റെ ജീവനെ തന്നെ ബാധിക്കുമെന്ന്. പിന്നീട് ഇവർ ചന്ദ്രോത്ത് വന്ന് ഇറങ്ങണതാണ് കാണിക്കണത്. അങ്ങനെ വണ്ടിയുടെ സൗണ്ട് കേട്ടതും പ്രഭാവതി ആണെങ്കിൽ ദേവികയൊക്കെ വന്നു എന്ന് മനസ്സിലായിട്ട് വേഗം തന്നെ മുൻവശത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്. അങ്ങനെ സിദ്ധാർത്ഥൻ്റെ അടുത്തേക്ക് വന്നിട്ട് പ്രഭാവതി ചോദിക്കുന്നുണ്ട്, എന്തായി സിദ്ധു, മിനിസ്റ്ററേയും സി എമ്മിനെയൊക്കെ കണ്ടോയെന്ന് ചോദിക്കുമ്പോൾ ഉവ്വ പ്രഭ, എന്തായാലും അന്വേഷണം ഊർജിതമാക്കാമെന്ന് സി എമ്മും മിനിസ്റ്ററും പറഞ്ഞിട്ടുണ്ടെന്ന് പറയുമ്പം പ്രഭാവതി പറയുന്നുണ്ട്, എത്ര ദിവസമായി അന്വേഷണം ഊർജിതമാക്കാമെന്ന് നിങ്ങളെല്ലാവരും പറയണു, എന്നിട്ട് ഇതുവരെ അന്വേഷണത്തിന് എന്തെങ്കിലും ഒരു പ്രയോജനം ഉണ്ടായോ? ഇനി ഈ അന്വേഷണം ഇങ്ങനെ കൊണ്ടുപോയതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. എന്തായാലും എനിക്ക് എൻ്റെ മോനെ കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ പത്രസമ്മേളനം വിളിക്കാൻ പോവുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അതിന് താല്പര്യം ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഞാൻ എൻ്റെ ഇഷ്ടത്തിന് പത്രസമ്മേളനം വിളിക്കുമെന്ന്. അന്നേരം സിദ്ധാർത്ഥം പറയുന്നുണ്ട്, എന്തൊക്കെയാണ് പ്രഭ താനീ പറയുന്നത്, പത്രസമ്മേളനം വിളിച്ചാൽ അത് കൂടുതൽ കുഴപ്പമാകുമെന്ന് പറയുമ്പം അത് സിദ്ധുവാണ് തീരുമാനിക്കുന്നത്. എന്ത് കുഴപ്പമായാലും കുഴപ്പമില്ല, ഞാൻ പത്രസമ്മേളനം വിളിക്കും, അതെൻ്റെ തീരുമാനം. ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ ഇനി സ്വയം തീരുമാനിച്ചോളാം, അതിലാരുടെ അഭിപ്രായമൊന്നും ഞാൻ ചോദിക്കുന്നില്ല. സിദ്ധു എന്തായാലും എൻ്റെ കാര്യത്തിൽ ഇടപെടണ്ട, ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ഓരോന്ന് ചെയ്യുമെന്ന് പറയുമ്പോൾ സിദ്ധാർത്ഥനാണെങ്കിൽ ദേഷ്യത്തോടു കൂടി ഇങ്ങനെ നിൽക്കുന്ന ആ ഒരു സീനിലാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ടൊക്കെ കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.